ഈ പ്രോട്ടീൻ പൗഡറില്ലേ, നമ്മൾ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നൊരു ടിപ്പുണ്ട്. അതായത് നമ്മളൊരു ബീറ്റ്റൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം, ചെറിയൊരു നാരങ്ങ നീര്, ഇത്തിരി ഉപ്പ്, ഇഞ്ചി, ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ജ്യൂസ് പോലെ കുടിച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എനർജി ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഒരുപാട് പേരെന്താണ് പ്രോട്ടീൻ പൗഡേഴ്സ് ഇൻടേക്ക് ചെയ്യാറുണ്ട്, സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ ഒരുപാട് എനർജി ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഒരു കൊക്കക്കോളയോ പെപ്സിയോ കൂടെ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇത്തരം എനർജി ഡ്രിങ്ക്സും അതുപോലെ ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇത് കാലക്രമേണ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യും. എനർജി ഡ്രിങ്ക്സിൽ എനിക്കൊന്ന് ഷുഗർ കുറയുന്നുണ്ട്. ഈ പറഞ്ഞ ഷുഗർ ഇസ് ഓൾവേസ് ഹാംഫുൾ. അത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഷുഗർ ഇസ് നോട്ട് ഗുഡ്. ഈ പറഞ്ഞ കൊക്കക്കോള അങ്ങനത്തെ കോള ഡ്രിങ്ക്സിലൊക്കെ നിറച്ച് ഷുഗറാണ്. അത് ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. അതിൽ ഭയങ്കര ഹൈ എമൗണ്ട് ആണ് ആക്ച്വലി. പ്രോട്ടീൻ പൗഡർ അങ്ങനെ പ്രോബ്ലം സപ്ലിമെന്റ് റെക്കമെൻഡഡ് ഡോസ് അത് തന്നെ സപ്ലിമെന്റ് റെക്കമെൻഡഡ് ഡോസിൽ എടുത്തു എന്ന് വെച്ച് ഒരു കുഴപ്പം വരണമെന്നില്ല. അവർ യൂസ് ചെയ്യുന്നത് വേ പ്രോട്ടീൻ ആണ്, വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം മിൽക്ക് ബൈ സ്പെഷ്യൽ പ്രോസസ്. നല്ല ക്വാളിറ്റി വേ പ്രോട്ടീൻ, റിലയബിൾ സോഴ്സ്, നല്ല കമ്പനിയിലെ വേ പ്രോട്ടീൻ ആണെങ്കിൽ പിന്നെ അത് ഓവറാണ്ടിരുത്താൽ മതി. ഇപ്പം നമ്മൾ റെക്കമെൻഡഡ് ഡോസിൽ നിന്നാൽ ഒരു കുഴപ്പമില്ല. ഒരു എക്സ്പേർട്ടിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ജിം ഇൻസ്ട്രക്ടറിൻ്റെ അണ്ടറിൽ ആവശ്യത്തിനുള്ള എമൗണ്ട് നമുക്ക് പ്രോട്ടീൻ, നമ്മുടെ പ്രോട്ടീൻ എന്ന് വെച്ചാൽ 1 gram or 1.2 gram per kilogram ബോഡി വെയിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന ഒരു കുഴപ്പം. പരമാവധി ഡയറ്റിൽ നിന്ന് കിട്ടുന്നതും പിന്നെ ഡെഫിസിറ്റ് ഉള്ളത് മാത്രം സപ്ലിമെന്റ് വഴി എടുക്കുക. അതാണ് നമ്മൾ ഡയറ്റ് പ്രോട്ടീനാണ് ഏറ്റവും നല്ലത്. അതെ അതെ അതെ. അതിനകത്ത് എന്തെങ്കിലും ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ പൗഡർ നമുക്ക് റിക്വയർമെന്റ് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സപ്ലിമെന്റിനെ ആശ്രയിക്കും. നല്ല സ്റ്റാൻഡേർഡ് കമ്പനി ഉണ്ടാവണം. അത് അവർ സർട്ടിഫൈഡ് കമ്പനീസ് ഉണ്ട്, അതിൻ്റെ ലാബ് സർട്ടിഫൈഡ് ലാബ്, അത് നെറ്റിൽ നോക്കിയാൽ കിട്ടും. അത് കുഴപ്പമില്ല. പലരും പറയാറുണ്ട് ഡയറ്റ് എടുക്കുന്നതാണ് എക്സ്പെൻസ് കൂടുതലെന്ന്. ബ്ലൂബെറീസ് അല്ലേ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ ഒരു വേ പ്രോട്ടീൻ ഹെൽപ്പ് തേടാം. അപ്പം അതിൽ വലിയൊരു പ്രോബ്ലം ഇല്ലെന്നാണ് കാണുന്നത്. പിന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന ഡയറ്റും അതിൻ്റെ കൂടെ ആണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ യൂഷ്വൽ ഡയറ്റിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ എക്സ്ട്രാ സപ്ലിമെൻ്റൽ പ്രോട്ടീൻ കിട്ടുകയാണെങ്കിൽ വേ പ്രോട്ടീൻ. മലയാളികളുടെ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചായയിലാന്ന് പറയാം. ഇപ്പോൾ രാവിലെ തന്നെ ചായ കിട്ടിയില്ലെങ്കിൽ തലവേദന എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ എക്സസ് എമൗണ്ടിൽ ചായ കുടിക്കുമ്പോൾ പാലും കാൽസ്യവും ഒക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കിഡ്നിക്ക് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് വരുന്നുണ്ടോ? അമിതമായ ഒന്നും ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. അമൃതം അമിതമായ വിഷമാണെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഒരു ലിമിറ്റിൽ നമ്മൾ ഇപ്പോൾ ഒരു 3-4 അല്ലെങ്കിൽ 4-5 ചായ ഒരു ദിവസം കുടിച്ചു എന്ന് വെച്ച് കുഴപ്പമില്ല. പിന്നെ ഇത് റെക്കമെൻഡഡ്, ഇപ്പോൾ കാൽഷ്യം ഇൻടേക്ക് എന്ന് പറഞ്ഞില്ലേ, റെക്കമെൻഡഡ് ഡോസസ് ഉണ്ട്. അതിൻ്റെ എന്ത് മരുന്നായാലും അല്ലെങ്കിൽ എന്ത് സപ്ലിമെൻ്റ് ആയാലും അതിൻ്റെ ഒരു റെക്കമെൻഡഡ് ഡോസ് ഉണ്ട്. ആ ഡോസേജ് അനുസരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ, പിന്നെ കാൽഷ്യം ടാബ്ലറ്റ് ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഇമീഡിയറ്റ് ആയിട്ട് എടുക്കുകയാണ്, വെറും വയറ്റിലല്ല, ഇമീഡിയറ്റ് ആയിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ ഈ പലർക്കും ഇത് കാൽഷ്യം സപ്ലിമെൻ്റ് എടുക്കാൻ പേടിയാണ്, എന്തോ കല്ലുണ്ടാവുമെന്നുള്ള പക്ഷേ അവരുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അവർ സപ്ലിമെൻ്റ് എടുത്തേ തീരൂ. കാരണം അതിപ്പോൾ എടുക്കേണ്ട രീതിയുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ റെക്കമെൻഡഡ് ഡോസിൽ നമ്മൾ മരുന്നോ സപ്ലിമെൻറ്റോ എടുക്കുക. അല്ലാണ്ട് അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അമിതമായൊന്നും ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. ഈ കിഡ്നി രോഗങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് വരാറുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്? അല്ല, പാരമ്പര്യം ജനറ്റിക് അസുഖങ്ങളും ഉണ്ട്, സ്പെസിഫിക് ജനറ്റിക് അത് അങ്ങനെയുണ്ട്. അത് പിന്നെ മേജർ കോസ് ലൈഫ് സ്റ്റൈൽ തന്നെ പറയാം. അത് ത്രൂ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തന്നെ. പക്ഷെ എല്ലാത്തിനും ഒരു ജനറ്റിക് എലിമെൻ്റ് ഉണ്ട്. പിന്നെ ചില കിഡ്നി അസുഖങ്ങൾ പ്യുവർലി ജനറ്റിക്, അങ്ങനത്തെ അസുഖങ്ങളുണ്ട്. പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ആക്ച്വലി വൺ ഓഫ് ദി കോമണസ്റ്റ് ജനറ്റിക് ഡിസീസസ് ആണ്. അത് കുറേ യൂറോളജിയിൽ അവരുടെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. പിന്നെ ലാസ്റ്റ് ഇത് പതുക്കെ പ്രോഗ്രസ് ചെയ്ത് നെഫ്രോളജിസ്റ്റ്. അതൊക്കെ പക്ഷെ നല്ലോണം എന്താ പറയുക, ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ കുറേയൊക്കെ അഡ്വാൻസസ് വന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റുന്നത്. പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ജനറ്റിക് ഡിസീസ് വേൾഡിൽ. ഇവൻ തോ അത് ആർക്കും അറിയാത്തൊരു ഡിസീസ് ആയാലും ഒത്തിരി കേസുകളുണ്ട്. അത് അവർക്കൊരു 30 വയസ്സാകുമ്പോഴത്തേക്കാണ് ഈ കിഡ്നിക്കകത്ത് സിസ്റ്റ് കണ്ടു തുടങ്ങുന്നത് സ്കാനിനകത്ത്. അപ്പോൾ എന്നിട്ട്
കാലക്രമേണ അവരുടെ വൃക്കയുടെ പ്രവർത്തനം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സിസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ട് അവർ റെഗുലറായിട്ട് മരുന്നും ഒക്കെ കഴിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് ഈ കിഡ്നി ഫെയിലിയർ വരുന്നത് കുറച്ചുകൂടി നീക്കി വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ 50 വയസ്സിൽ വരേണ്ടത് ചിലപ്പോൾ അവർ കുറച്ചുകൂടെ അങ്ങോട്ട് നീണ്ടു പോകാൻ പറ്റും. അപ്പോൾ ഒരു 60 അടുപ്പിച്ചായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് ഇത് ഡിലേ ചെയ്യാൻ പറ്റും, റീനൽ ഫെയിലിയർ ഡിലേ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരിത്. ഒരു വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രായമായിട്ടുള്ള ഒരാൾക്ക് 70 ഇയേഴ്സ് 70 ഇയേഴ്സ് വേറെ അസുഖങ്ങളൊന്നും വേറെ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം. സാധാരണ 65-70 ആണ് പറയുന്നത്. അതിന്റെ മുകളിലോട്ടെല്ലാം നമ്മൾ മാർജിനൽ ഡോണേഴ്സ് എന്ന് പറയും. ഓക്കെ. ബിക്കോസ് പ്രായം കൂടുന്നതനുസരിച്ച് കിഡ്നിയുടെ ഫംഗ്ഷൻ കുറഞ്ഞു വരികയാണ് യൂഷ്വലി. അപ്പം 70 വയസ്സ് മുകളിലുള്ളവർ കൊടുക്കുമ്പോൾ അതിനെ മാർജിനൽ ഡോണേഴ്സ് ആണ്. അത് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പം അവരൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സപ്പോസ് ഒരു 70-year-old ഒരു ഫാദർ ഒരു ഡോക്ടർക്ക് കിഡ്നി ഫെയിലിയർ എന്ന് വെച്ചോ, ആ ഡോക്ടർക്ക് വേറെ ഡോണേഴ്സ് ഇല്ല. അപ്പോൾ ഫാദർ ഇസ് റെഡി ടു വില്ലിങ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഫാദർ ഇസ് പെർഫെക്റ്റ് ഹെൽത്തി, എന്തുകൊണ്ട് കൊടുത്തോടാ, ഒരു കുഴപ്പമില്ല. അവർ ദേ ഡു വെൽ ഓൾസോ അല്ലേ, ദേ ഡു വെൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വൃക്കയുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഈ വൃക്ക എന്താണ് പ്രവർത്തനരഹിതമാകുമ്പോഴാണ് നമ്മൾ ഈ ഫിൽറ്റർ പ്രോസസ്സിനെ എന്താണ് ഒരു മെഷീനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, മെഷീൻ്റെ ഒരു ഹെൽപ്പ് തേടുന്നത്. അപ്പോൾ ഡയാലിസിസ് എന്നാണ് അതിനെ പറയാം അല്ലേ, കറക്റ്റ്. അപ്പോൾ ഈ ഡയാലിസിസ് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഒരുപാട് പേരെന്താണ് ഇപ്പോൾ ഡയാലിസിസ് പേഷ്യൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡയാലിസിസ് വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ സബ്സ്ക്രിപ്ഷൻ പോലെ ലൈഫ് ലോങ് ചെയ്യേണ്ടി വരുമോ? അങ്ങനെ ഒരു മിത്ത് ഉണ്ട്. അതിലെന്തെങ്കിലും ഒരു സയൻറ്റിഫിക് അല്ല, അത് ബിക്കോസ് കിഡ്നി പെർമനൻ്റ്ലി ഫെയിൽ ആയാൽ പിന്നെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഡയാലിസിസ് അല്ലാണ്ട് പിന്നെ ഉള്ളത് ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പോൾ ഒരു കുറേ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റ് പറ്റില്ല. മേ ഡ്യൂ ടു അണ്ടർലൈൻ ഹൈ ഏജ് ഒത്തിരി കൂടുതൽ 80-85, അല്ലെങ്കിൽ പിന്നെ അവർക്ക് സിവിയർ കാർഡിയക് ഡിസീസ്, അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റേ അല്ല. അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഇവർ ഡയാലിസിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പക്ഷേ അത് ഇഫ് ദ കിഡ്നി ഈസ് പെർമനൻ്റ്ലി ഡാമേജ്ഡ്. പക്ഷെ കുറേ പേർക്ക് കിഡ്നി ടെമ്പററി ഡാമേജ്ഡ് ആയിരിക്കാം, അവർ ചികിത്സിച്ച റിക്കവറിയും അതൊക്കെ ടെമ്പററിയാണ്. അതിപ്പോൾ ബേസിക്കലി ആ അണ്ടർലൈൻ എന്താണ് കിഡ്നി അസുഖം പോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ ഡോക്ടർ, നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യാറാണ്. ഇപ്പോൾ പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ലോങ് ജേണിയൊക്കെ ട്രെയിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെയൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇപ്പോൾ ട്രെയിനിലൊക്കെ കയറി കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു കൺസേൺ എന്താണ്, യൂറിൻ പാസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ എന്താണ് വീക്ക്നെസ്സൊക്കെ എന്താണ് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുന്നത് വരെ എന്താണ് ഇത് ഹോൾഡ് ചെയ്യുക, വേറൊരു ഓപ്ഷനേ ഇല്ല. ഓക്കെ, ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ട്രാവലിങ്ങിൽ മാത്രമല്ല, ഇപ്പോൾ മീറ്റിംഗ് ആണെങ്കിലും ഒരു ഇൻ്റർവ്യൂ ബോർഡിലാണെങ്കിലും സിനിമ ഹാളിലൊക്കെ ആണെങ്കിലും യൂറിൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ യൂറിൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാഡറിന് കംപ്ലയിൻറ്റ്സ് വരാറുണ്ടോ? അല്ലെങ്കിൽ ഏകദേശം എത്ര മണിക്കൂർ വരെ നമുക്ക് യൂറിൻ എന്താണ് ഹോൾഡ് ചെയ്യാൻ പറ്റും? അല്ല, യൂറിന് എന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്യുന്നത് നല്ലതല്ല. വല്ലപ്പോഴും നമുക്ക് അങ്ങനെ പറ്റിയാൽ കുഴപ്പമില്ല. പക്ഷേ റെഗുലർ അതൊരു ഹാബിറ്റ് ആക്കാൻ പാടില്ല. കാരണം ഓവർ പീരീഡ് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ബ്ലാഡറിൻ്റെ മസിൽസ് വീക്കാവും. അത് വീക്കായി കൂടുതൽ സാധാരണ ശേഖരിക്കാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ യൂറിൻ കെട്ടിക്കിടന്ന് ശേഖരിച്ച് ഇരിക്കും. അതിനകത്ത് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കാരണം ബ്ലാഡറിൻ്റെ ടോൺ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാലക്രമേണ കിഡ്നിയെ ബാധിച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് ബ്ലാഡറിൻ്റെ ഫെയിലിയർ കാരണം കിഡ്നിയുടെ ഫെയിലിയർ വരാം. അപ്പോൾ വല്ലപ്പോഴും നമ്മളത് ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അത് റെഗുലർ ഹാബിറ്റ് ആക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് റെഗുലർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ യൂറിൻ കൂടുതലായിട്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻസ് അടിക്കടിക്ക് വരും. പിന്നെ പ്രായമായ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉള്ളവരിൽ ഇങ്ങനെ മൂത്രം കുറേ നേരം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൂത്ര തടസ്സം, പിന്നെ മൂത്രം പോകാതെ വരിക, പിന്നെ ട്യൂബ് ഇടുക, പിന്നെ അത് പിന്നെ ഭാവിയിൽ അത് പിന്നെ അവഗണിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കിഡ്നിയെ ബാധിക്കുക, മൂത്രസഞ്ചി കംപ്ലീറ്റ് ആയിട്ട് ബലം പോവുക ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂറിൻ ഹോൾഡ് ചെയ്യുന്ന എന്താണ് പ്രവണതയുള്ളതും. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത്. അതെ, UTI സ്ത്രീകളിൽ തന്നെയാണ്. അപ്പൊ ഇതിന്റെ റീസൺ ഇതാണോ? UTI അത് മാത്രമല്ല, അതൊരു ഘടകമല്ല, അത് ഫാക്ടറാണ്. വേറെ എന്തൊക്കെയായിരിക്കും ഒരു UTI സ്ത്രീകൾ ഹൈ ആവുന്നതിന്റെ റീസൺ? അവർക്ക് മൂത്രനാളിയുടെ ഇത് ലെങ്ത് കുറവാണ്.
അപ്പോൾ പൊതുവെ പുറമേ നിന്ന് അണുക്കൾ ഉള്ളിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കോമൺ ആണ്. പുരുഷന്മാർക്കിൽ ഇത് യൂറത്രയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട്, മൂത്രനാളിയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഇൻസിഡൻസ് കുറവാണ്, ഇൻഫെക്ഷൻ ഇൻസിഡൻസ്. ഇപ്പം നമ്മളൊരു പ്രോഗ്രാമൊക്കെ, ഇപ്പോൾ പ്രത്യേകിച്ച് ഡാൻസ് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ പെർഫോം ചെയ്യാൻ ഒരു 10-15 മിനിറ്റ് നമ്മൾ ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഒന്ന് വാഷ്റൂമിൽ പോയാലോ എന്ന് പെട്ടെന്നൊരു തോട്ട് വരും. അതുപോലെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ നിൽക്കുന്ന സമയത്തായിരിക്കും, കല്യാണത്തിന് താലി കെട്ടുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ തോട്ട് വരുന്നത് എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സാണ്, ഇത് ബ്ലൈഡറുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആണോ? സ്ട്രെസ്സിൻ്റെ തന്നെയാണത്. സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് ആൽഫ അഡ്രിനർജിക് ഇത് ഹോർമോൺസ് ശരീരത്തിൽ കൂടും. അപ്പോൾ മൂത്രം അധികം ഇല്ലെങ്കിലും നമുക്ക് ഒഴിക്കണമെന്നൊരു തോന്നൽ വരുന്നത് അതിൻ്റെയാണ്. സ്ട്രെസ്സ് മാറുമ്പോൾ ആ സെൻസേഷൻ മാറിക്കിട്ടും. അപ്പോൾ അതൊരു അസുഖമല്ല, അത് ആ ഒരു സ്ട്രെസ്സിൻ്റെ ഒരു റെസ്പോൺസാണത് കേട്ടോ. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതുപോലെ ഈ 40 കഴിഞ്ഞ പുരുഷന്മാർക്ക് കൂടുതലായിട്ട് യൂറിനറി പ്രോബ്ലംസ് എന്നാണ് കണ്ടുവരുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഏജ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന നോർമൽ പ്രക്രിയയാണോ, അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണോ? സാധാരണ 40 അല്ല, 45-50 വയസ്സ് കഴിയുമ്പോൾ പുരുഷന്മാരിൽ സാധാരണ മൂത്രത്തിൽ പല പ്രശ്നങ്ങളും വരാം. മൂത്രം ഒഴിക്കാൻ തടസ്സം, കൂടെ മൂത്രം ഒഴിക്കാൻ തോന്നുക, മൂത്രം പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരിക, അതൊക്കെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയും, ഹൈപ്പർപ്ലേസിയ എന്ന് പറയും. അതായത് പ്രായം കൂടുമ്പം ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, എൻലാർജ്മെൻറ്റ് എന്ന് പറയും. അതുകൊണ്ട് ഉണ്ടാകുന്ന ഇതാണ് ഈ മൂത്രത്തിൻ്റെ പല പ്രശ്നങ്ങൾ വരുന്നത്. ചിലർക്ക് പ്രോസ്റ്റേറ്റ് അതിനോടൊപ്പം തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാകാം. അപ്പം ഈ ലക്ഷണങ്ങളായിട്ട് വരുന്നവരിൽ നമ്മൾ കുറേ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി ഇത് സാധാരണ ഒരു ഗ്രന്ഥി വീക്കമാണോ അതോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ ഇല്ലെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ നിശ്ചയിക്കേണ്ടി വരും എന്ത് വേണമെന്നുള്ളതിനെ പറ്റി. ഈ കിഡ്നി സ്റ്റോൺ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വൃക്ക ബ്ലഡ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുമ്പം യൂറിനിൽ കൂടെ പോകാനുള്ള വേസ്റ്റ് അടിച്ചു കൂടിയിട്ടാണ് ഈ കല്ലുണ്ടാവുന്നത്. പിന്നെ ചിലർക്ക് ഇപ്പോൾ അവരുടെ ബ്ലഡിനകത്ത് തത്വങ്ങൾ, കാൽഷ്യം കൂടുതൽ, ഓക്സലേറ്റ്സ് അല്ലെങ്കിൽ ഈ യൂറിക് ആസിഡ് കൂടുമ്പോൾ അങ്ങനെയൊക്കെ വരാം. അതൊക്കെ വേറെ. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിനും അവസാനത്തെ മെക്കാനിസം ഇങ്ങനെയാണ്. ബ്ലഡ് ശുദ്ധീകരിക്കുമ്പം യൂറിനിൽ കൂടെ പോകാനുള്ള വേസ്റ്റ് അടിഞ്ഞുകൂടാനുള്ള സാഹചര്യം വരുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ ചിലർക്ക് ഈ ബ്ലഡിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് വഴി കണ്ടെത്തി നമ്മളത് ട്രീറ്റ് ചെയ്താൽ അവർക്ക് അത് പിന്നീട് ഇത് സ്റ്റോണ് വീണ്ടും ആവർത്തിച്ച് വരുന്നത് നമുക്ക് തടയാൻ പറ്റും. ബാക്കിയുള്ള പേഷ്യൻസിന് നമ്മൾ സാധാരണ വെള്ളം നല്ലോണം കുടിക്കാൻ പറയും. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കുമ്പം ഈ യൂറിൻ്റെ അളവ് കൂടും. അപ്പോൾ ഓരോ തവണ നമ്മളിങ്ങനെ യൂറിൻ ഒഴിച്ച് കളയുമ്പം അപ്പോൾ ഈ പോകാനുള്ള വേസ്റ്റ് ഇങ്ങനെ വാഷ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് അടിഞ്ഞുകൂടാനുള്ള ഇത് സാഹചര്യം ഒരുക്കാതിരിക്കുക, അതാണ് മെയിൻ. ഓക്കെ. ഈ കിഡ്നി സ്റ്റോണിൻ്റെ സർജറി കഴിഞ്ഞാലും ചിലർ വീണ്ടും സ്റ്റോൺ രൂപപ്പെട്ട് വരുന്നെന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും സർജറി കഴിഞ്ഞിട്ടും വീണ്ടും വരാനുള്ള റീസൺ? ഒരു തവണ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഒരു 40 മുതൽ 50% ആൾക്കാർക്ക് വീണ്ടും വരും. അതുകൊണ്ട് അതിൻ്റെ പ്രധാന കാരണം അവരുടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അത് അവർ പാലിക്കാത്തതുകൊണ്ടാണ് പ്രധാനമായിട്ടും. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബ്ലഡിൽ തന്നെ പല ഘടകങ്ങളുണ്ട്. ഒന്നുകിൽ കാൽഷ്യം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും സ്റ്റോണിൻ്റെ അസുഖങ്ങൾ കാണാം. അപ്പോൾ അവരിലൊക്കെ വീണ്ടും സ്റ്റോൺ വന്നുകൊണ്ടിരിക്കും. ഒരു തവണ സർജറി ചെയ്താലും വീണ്ടും സ്റ്റോൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ മെറ്റബോളിക് അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലഡിൽ കാൽഷ്യമോ യൂറിക് ആസിഡോ ഓക്സലേറ്റോ അതുപോലെ തന്നെ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കൂടുതലുള്ളവർക്ക് വീണ്ടും സ്റ്റോൺ വന്നുകൊണ്ടിരിക്കും. അതിന് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ സാധാരണ ഇതൊന്നും ഇല്ലാത്തവരിലും വീണ്ടും സ്റ്റോൺ വരാം. വെള്ളം കൂടി നമ്മൾ സ്റ്റോണിൻ്റെ സർജറി കഴിഞ്ഞാലും വെള്ളം അധികം കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടിക്കാറില്ല. ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്താനെന്ന് പറഞ്ഞാൽ അത് ചെയ്യാറില്ല. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകത്തില്ല. അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ പറഞ്ഞാൽ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഈ സ്റ്റോൺ പ്രിവെൻഷന് വേണ്ടി, റിക്കറൻസിന് വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പറയാം. അതൊക്കെ കുറേയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും റിക്കറൻസ്. ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഇളനീരിൻ്റെ വെള്ളം കുടിക്കരുത്, ചക്കക്കുരു കഴിക്കരുത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മിത്തൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? എല്ലാ ഫുഡ് ഐറ്റംസും നമുക്ക്
എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? എല്ലാ ഫുഡ് ഐറ്റംസും എക്സ്പ്ലോർ ചെയ്യാമെന്ന് ചോദിച്ചാൽ ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇപ്പം ചിലർക്ക് ഇപ്പോൾ കാൽഷ്യം സ്റ്റോൺസ് ആണെങ്കിൽ കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഫുഡ്സൊക്കെ കുറച്ച് ഒന്ന് കുറയ്ക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സ് കൂടുതലും കഴിക്കുന്ന ഈ സീ ഫുഡ്സൊക്കെ കൂടുതൽ കഴിക്കുന്നവരിൽ ഇത് കൂടും. പിന്നെ അതുപോലെ യൂറിക് ആസിഡ് സ്റ്റോൺ ഉള്ളവർക്ക് റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ്, ബീഫും മട്ടനും പോർക്കും ഒക്കെ കഴിക്കുന്ന ആൾക്കാരിൽ അത് കുറച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് നമുക്ക് കുറേയൊക്കെ കുടിക്കാം. അപ്പോൾ ചില ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിപ്പം ചില ഇലവർഗ്ഗങ്ങളിലെ പച്ചക്കറിയിൽ ചീര, ക്യാബേജ്, കോളിഫ്ലവറിലൊക്കെ ഓക്സലേറ്റ് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പം കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ഉള്ളവർക്ക് അതൊക്കെ കുറയ്ക്കാൻ പറ്റും. എല്ലാ ഫുഡ്സും അങ്ങനെ അടച്ച് അങ്ങനെ ഇത് ചെയ്യേണ്ട കാര്യം, ഒഴിവാക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതെല്ലാം നമുക്ക് മോഡറേറ്റ് എമൗണ്ട്സിലെല്ലാം കഴിക്കാം. ഇതെല്ലാം കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരിലാണ് ഇതൊന്ന് കുറച്ചാൽ മതി എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. മിതമായ അളവിൽ അതെല്ലാം നമുക്ക് കഴിക്കാം. നമുക്ക് ശരിക്കും നമ്മളൊരു സെലിബ്രിറ്റിനോടൊക്കെ എന്താണ് സ്കിന്നിൻ്റെ രഹസ്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട് ഒരു ദിവസം എന്ന്. അപ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും പ്രിഫർ ചെയ്യാറുണ്ടെന്നാണ് ഒരു ദിവസം ഒരുപാട് വെള്ളം കുടിക്കണം. 45 ലിറ്റേഴ്സ് എന്താണ് വെള്ളം കുടിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ എന്താണ് മെഷർമെൻ്റ് ഒക്കെയുള്ള വാട്ടർ ബോട്ടിൽസും ഉണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എക്സ്പേർട്ട് എന്ന നിലയിൽ ഒരു ദിവസം 4 to 5 ലിറ്റേഴ്സ് വെള്ളം കുടിക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കും? 4-5 ലിറ്റർ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-2.5 ലിറ്ററാണ് സാധാരണ. പിന്നെ ആവർത്തിച്ച് സ്റ്റോൺ ഉണ്ടാകുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മളൊരു 3 ലിറ്റർ വരെയൊക്കെ പറയാറുണ്ട്, റിപ്പീറ്റഡായിട്ട് സ്റ്റോൺ ഫോമേഴ്സ് ആണെങ്കിൽ. ഈ നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരം ശേഖരിച്ച് വെക്കാനൊന്നും പോകുന്നില്ല, എക്സസ്. കാരണം ഈ വൃക്കയുടെ വേറൊരു പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ ബ്ലഡിൻ്റെ കട്ടി മെയിൻറ്റെയിൻ ചെയ്യാമെന്നും അതിൻ്റെ ഒരു ഫങ്ഷനാണ്. അപ്പോൾ അധികം ഡൈല്യൂട്ടായി കഴിഞ്ഞാൽ നോർമൽ ബോഡി ഫങ്ഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് യൂറിൻ ആക്കി അത് മാറ്റി നമ്മൾ ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ചില പേഷ്യൻസിന് വൃക്കയുടെ അസുഖം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ അവർ കൂടുതൽ അമിതമായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് നീരായി മാറും ശരീരത്തിൽ. അപ്പോൾ അത് അവർ ഡാമേജ് ചെയ്യുക ചെയ്യുന്നത് കൂടുതൽ. അപ്പോൾ ഡോക്ടറിൻ്റെ ഇത് നിർദ്ദേശപ്രകാരം അത് പിന്നെ ഒരു 2.5-3 ലിറ്റർ കൂടുതൽ ഒരു ദിവസം വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല. ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് 2.5-3 ലിറ്റർ. അതും ഇപ്പോൾ വെയിലത്ത് പണിയെടുക്കുന്ന ഒരാൾക്ക് അധികം വേർത്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കുടിക്കാം. എ സിയിലിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ ആവശ്യമില്ല. ഫുൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എ സിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പം ഈ 2.5-3 ലിറ്ററിൻ്റെ ആവശ്യം വരില്ല. ഒരു 1.5-2 ലിറ്ററിൽ നിർത്തിയാലും കുഴപ്പമില്ല. അവർക്കാണ് അധികം വേർത്ത് പോകുന്നില്ല, അവർക്ക് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുന്നത് ശരിക്കും ഒരു സിംറ്റം ആണോ എന്തെങ്കിലും? അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര തവണ നമുക്ക് യൂറിൻ പാസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെഷർമെൻ്റ് ഉണ്ടോ ഇതിൽ? ഒരു ഫ്രീക്വൻസി ചില അസുഖങ്ങൾക്കൊരു സിംറ്റമാണ്. വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ നമുക്ക് യൂറിൻ കൂടുതൽ വരും. അതല്ലാതെ ഇപ്പം സാധാരണ ഒരാൾ വെള്ളം കുടിക്കുന്ന ആൾക്ക് കൂടെ മൂത്രം പോകുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിരിക്കും. ഒന്നെങ്കിൽ ബ്ലഡിൻ്റെ കപ്പാസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂറിനൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മൂത്രസഞ്ചിക്കകത്ത് കല്ലുകൾ കൊണ്ടായിരിക്കും. അപ്പോൾ അതെന്താണ് നോക്കേണ്ടി വരും ശരിക്കും. കൂടെ മൂത്രം ഒഴിക്കുന്നത്, പ്രത്യേകിച്ച് രാത്രി കൂടെ എഴുന്നേക്കുന്നുണ്ടെങ്കിൽ. അതാണ്. അപ്പോൾ രാത്രി കൂടെ എഴുന്നേക്കുന്നുണ്ടെങ്കിൽ സാധാരണ ഒരാൾ രാത്രിയിലോ ഒരു തവണയൊക്കെ എഴുന്നേക്കാറുള്ളൂ. പറയുന്നത് അതിൽ കൂടുതൽ എഴുന്നേക്കുന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതാണ്. രാത്രിയിലല്ലേ പാസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു എലമെന്റ് ആണ്. അപ്പോൾ നമുക്ക് യൂറിൻ നോക്കിയിട്ട് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? വെറുതെ നോക്കിക്കൊണ്ട് പോയി കാര്യമായിട്ടൊന്നും അതിൽ നിന്ന് കിട്ടാൻ മതി. നോർമൽ യൂറിൻ ഒരു ചെറിയൊരു മഞ്ഞ കളർ കാണും, അത് നോർമലാണ്, ചെറുതായിട്ടൊരു മഞ്ഞ കളർ കാണും. പിന്നെ ചിലപ്പോൾ വെള്ളം കുടിക്കാണ്ടിരുന്നാൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആവും, അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അത് ശരിക്കും യൂറിൻ എക്സാമിൻ ചെയ്ത് നോക്കണം. യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ ചെയ്താലാണ് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായിരിക്കും പേഷ്യൻ്റ്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു യൂറിനിൽ പെട്ടെന്നൊരു കളർ വ്യത്യാസം കണ്ടെങ്കിൽ ഒരു നല്ല ലാബിൽ പോയി ഒരു യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യാം. ഒരു ദിവസം അല്ല, ഒരു കണ്ടിന്യൂസ്ലി എന്താണ് കാണുന്നുണ്ടെങ്കിൽ അല്ലേ? അതായാലും യെസ്,
അതായിരിക്കും പറയുന്നത് നല്ലത്. കാരണം ചില കുറച്ച് ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ നമ്മൾ വെള്ളം കുടിക്കാണ്ടിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അൺയൂഷ്വൽ കൂടും. ഫുഡ് ഐറ്റം ചെയ്യുക, അപ്പോൾ ചിലർക്കും കളർ വ്യത്യാസം ഉണ്ടാക്കും. കുറേ ക്യാരറ്റോ ബീട്രൂട്ടൊക്കെ കഴിച്ച് ചിലപ്പോൾ അതിൻ്റെ കളർക്കും യൂറിനിക്കൂടെ പോവും. അപ്പോൾ അതൊന്നും, അപ്പോൾ അത് കുറച്ച് ദിവസം 1-2 ദിവസം അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു യൂറിൻ എക്സാമിനേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണും. അതുപോലെ നമുക്ക് ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും, ED, ഇത് ശരിക്കും ചെറിയൊരു രോഗലക്ഷണമാണോ അല്ലെങ്കിൽ നമുക്ക് അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാം. അത് പല പല കാരണങ്ങളുണ്ട്. അത് എൻഡോക്രൈൻ കോസസ് ഉണ്ട്. പിന്നെ ഇത് ഡയബറ്റീസ് ആണെങ്കിൽ അതിൻ്റെ രക്തക്കുഴലിനകത്ത് ഇത് കൊഴുപ്പടിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ബ്ലഡ് പ്രഷർ കൂടിയിട്ട് വരാം. പിന്നെ ഈ ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന മരുന്നുകൾ കാരണം വരാം. പിന്നെ ഈ അസുഖത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡയാലിസിസിന് പോകേണ്ടി വരുന്നു. മാനസികമായിട്ട് അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനോടുള്ള താല്പര്യം അതൊക്കെ കുറവ് വരാം. അപ്പോൾ പല പല ഇത് കാരണം വശാൽ ഇങ്ങനെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒരു വൃക്കരോഗിക്ക് സംബന്ധിച്ചോളം വരാം. പിന്നെ ഏജ്, അപ്പോൾ സാധാരണ ഇപ്പോൾ ഈ ഡയബറ്റീസും ബ്ലഡ് പ്രഷറും ഒരു 50-60 വയസ്സിനടുപ്പിച്ചായിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ ഏജിങ് കാരണം അവരുടെ എറക്ഷൻ്റെ പ്രശ്നങ്ങൾ വരാം. പിന്നെ ഈ അസുഖങ്ങൾ ബാധിക്കുമ്പോൾ ഉള്ള ഇഷ്യൂസ് അതിനെ കോംപ്ലിക്കേറ്റും ചെയ്യും. വേറൊരു ഇമ്പോർട്ടൻറ്റ് കോസ് ഡയബറ്റീസ് ന്യൂറോപ്പത്തി ഉണ്ടാക്കും. അപ്പോൾ ഈ നെർവ്സിനൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കാർഡിലോട്ടുള്ള നെർവ്സ്, അതുപോലെ തന്നെ ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷനും ഉണ്ടാക്കാം. അപ്പോൾ ഡയബറ്റിക് കൺട്രോളും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയബറ്റിക്സ് കൺട്രോൾഡ് ആയിട്ട് അതും അതിൻ്റെ പാർട്ടാണ്, പാർട്ട് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതുപോലെ നേരത്തെ സാർ മെൻഷൻ ചെയ്ത കാര്യം ഉണ്ടായിരുന്നു, ഷുഗർ അല്ലേ, ഷുഗർ എന്താണ് ഒരിക്കലും നല്ലതല്ലെന്ന്. അപ്പോൾ ശരിക്കും ഷുഗർ നമ്മൾ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണോ? അതായിരിക്കും നല്ലത്. കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാനാണ് പ്രിഫർ കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഷുഗർ ഉള്ളവർക്ക് കട്ട് ചെയ്യണം കേട്ടോ. അല്ലാത്തൊരു സാധാരണ ആൾക്കാർക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ നല്ലതായിരിക്കും, പറ്റുന്നവർക്ക് നല്ലത്. മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. ഷുഗർ ഒരിക്കലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വൺസ് ഇൻ എ വൈൽ ഒരു ഡെസേർട്ട് എടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, സംഭവിക്കാൻ പോകുന്നില്ല. ഷുഗർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെളുത്ത പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കാനാണ്, അല്ലെങ്കിൽ നമുക്കതിന് ഷുഗർ ഏത് രീതിയിലായാലും ആണെങ്കിലും ജാഗറി ആയാലും ഷുഗർ ആയാലും ഫ്രൂട്ട്സ് ആയാലും മധുരമുള്ള ഫ്രൂട്ട്സ് ആയാലും ജ്യൂസസ് ആയാലും ഇതൊക്കെ കട്ട് ചെയ്യണം. ഒക്കെ സെയിം ആണ്, എല്ലാം സെയിം ആണ്. ഷുഗർ ലെവൽസ് എല്ലാം സെയിം ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സെക്ഷൽ ഹെൽത്തും യൂറോളജിയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? കാരണം എനിക്ക് ഒരു സ്കിന്നിന് എനിക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. അപ്പോൾ എനിക്ക് പല്ല് വേദന വന്നാൽ ഞാൻ ഡെൻ്റൽ എക്സ്പെർട്ടിൻ്റെ അടുത്തായിരിക്കും പോകുന്നത്. അപ്പോൾ എനിക്കൊരു ചെവിക്കുന്ന പ്രോബ്ലം വന്നാൽ ഞാൻ ENT ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരാൾക്ക് ഒരു സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ കാരണവും നോക്കണം. ഇത് എന്തുകൊണ്ടാണ് ഒരു രോഗി ഈ ഒരു സെക്ഷുവൽ ഇഷ്യൂവും കൊണ്ട് വരുന്നത്. പിന്നെ ഈ 40 to 45 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ 50 ഇയേഴ്സിനടുപ്പിച്ച് ചിലപ്പം സെക്ഷുവൽ പ്രശ്നങ്ങൾ ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം അത് അവരുടെ ഹാർട്ടിൻ്റെ ഇഷ്യൂസ് നമുക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ പെനിസിലേക്കുള്ള രക്തക്കുഴലുകൾ ചെറുതാണ്. അപ്പോൾ അത് നേരത്തെ ബാധിച്ച് തുടങ്ങും. അപ്പോൾ അവരുടെ എറക്ഷൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം അവർക്ക് ഹാർട്ട് ഇഷ്യൂസ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ, എറക്ഷൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് അത് ടെമ്പററി ആണെങ്കിൽ കുഴപ്പമില്ല, വിട്ടുമാറാത്ത രീതിയിലുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടുക. യൂറോളജിസ്റ്റിനെ അല്ലെങ്കിൽ ആൻഡ്രോളജിസ്റ്റിനെ കാണുക. എന്നിട്ട് അത് അപ്പോൾ ഇപ്പോൾ ചില യൂറോളജിസ്റ്റ് ആൻഡ്രോളജി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരുടെ ഹെൽപ്പ് തേടി കാരണങ്ങൾ നോക്കുക നമ്മൾ. പിന്നെ അത് ഫർദർ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇത് ഹാർട്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ നമുക്ക്. ബേസിക്കലി ഒരു യൂറോളജിസ്റ്റാണ് ഇത് ഡീൽ ചെയ്യുന്നത്. പക്ഷേ യൂറോളജിസ്റ്റിനെ കാണുമ്പം പുള്ളിക്ക് ഇപ്പം തോന്നുവാണ് സൈക്കാട്രിക് സപ്പോർട്ട് വേണം, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണം എന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റ് വേണം. അതല്ല വേറെ അസുഖങ്ങളുണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ അവരെയും കൂടെ. അപ്പോൾ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഒരു അപ്രോച്ചാണ് യൂഷ്വലി. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു നോർമലി ഒരു 30 കഴിഞ്ഞു ഒരു ഫാമിലി ലൈഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്യാം എന്നോർത്ത് ഒരു യൂറോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് അവർക്ക് പ്രത്യക്ഷത്തിൽ എന്താണ് ഒരു അസുഖവും കാര്യങ്ങളൊന്നുമില്ല, ടെസ്റ്റ് എല്ലാം ഓക്കെ ആണോ, സ്പെം കൗണ്ടൊക്കെ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അറിഞ്ഞത് ഈ വെരിക്കോസിൽ വെയിൻ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വളർച്ച കണ്ടു. അപ്പോൾ ഇതുവരെ എന്താണ് ആൾ
തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു വളർച്ച. അപ്പോൾ എന്താ ഈ വെരിക്കോസ് വെയിൻ ഇതിന് ശരിക്കും സർജറി ആവശ്യമുണ്ടോ? ഇത് ഏതെങ്കിലും തരത്തിൽ ഫെർട്ടിലിറ്റീനെ ബാധിക്കുമോ? വെരിക്കോസ് വെയിൻസ് ഫെർട്ടിലിറ്റിയെ ബാധിക്കാവുന്ന ഒരു ഇഷ്യൂ ആണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ വെറുതെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോർമൽ ഒരു ഇവാലുവേഷനകത്ത് സെമൻ എക്സാമിനേഷൻ ചെയ്യാറില്ല. അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുന്നില്ല എന്ന് കാണുമ്പോൾ ആ ഒരു അവസ്ഥയിലാണ് സാധാരണ നമ്മൾ ഈ സെമൻ ടെസ്റ്റും സെമൻ അനാലിസിസും ഒക്കെ ചെയ്യുന്നത്. ആ സെമൻ അനാലിസിസിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് കാണുമ്പോൾ ആണ് നമ്മൾ ഫർദറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ വെയിൻസിൻ്റെ തടിപ്പുണ്ടെങ്കിൽ, അപ്പോൾ വെയിൻസിൻ്റെ തടിപ്പ് കുറേ നാൾ നിലനിൽക്കുകയാണെങ്കിൽ അത് സ്പേമിൻ്റെ ചലനശേഷിയും കൗണ്ടിനെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത് ബാധിച്ച് തുടങ്ങിയെന്ന് കാണുകയാണെങ്കിൽ, പിന്നെ ഇത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെരിക്കോസിലുണ്ടെങ്കിൽ അതിന് മരുന്നുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ സർജറി ചെയ്ത് ആ തടിപ്പ് ഉള്ള വെയിൻസിനൊക്കെ നമ്മൾ സർജറി ചെയ്ത് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ഒരുപാട് മിത്തുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഡിസ്കഷൻ കഴിയുമ്പോഴത്തേക്ക് അതിനൊക്കെ എന്താണ് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊഫഷണൽ തിരക്കിലൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ ഈ തിരക്കിലൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന്, ഇത്രയധികം വാല്യുബിൾ ഇൻഫർമേഷൻ നമുക്ക് തന്നതിന്. കാരണം ഇത്രയും നാളൊക്കെ വിചാരിച്ചിരുന്നത് ഓക്കെ 2 കിഡ്നി എന്താണ് നമുക്ക് വേണമെന്ന്, ഇപ്പോഴാണ് അറിയുന്നത് ഒരു കിഡ്നിയുടെ തന്നെ 3% അല്ലേ, അത്ര 3-1 മാത്രം എന്താണ് നമുക്ക് മതിയെന്ന്. അപ്പോൾ ഇത്തരം ഇൻഫർമേഷനൊക്കെ എന്താണ് നമുക്കൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ ഇത്രയും വാല്യുബിൾ ഇൻഫർമേഷൻ തന്നതിന് ആരോഗ്യത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.